ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. ഞാനിവിടെ റഷ്യയിലാണ്. ഞാൻ ആക്ച്വലി ചോക്ലേറ്റ് എന്നിട്ട് ഇരിക്കലാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് തിന്നും ഞാൻ വെള്ളം കുടിച്ചിരിക്കലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ജോർജിയ ടു റഷ്യ ബോർഡർ ക്രോസിംഗ് ആയിരുന്നു അല്ലേ? ആ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. ഓൾമോസ്റ്റ് 7 hours ഞാൻ ബോർഡറിൽ ലോക്കായിട്ടുണ്ട്. കാരണം ഒരു ചെറിയൊരു സിംഗിൾ പേപ്പർ ഇട്ടാൻ വേണ്ടി 7 മണിക്കൂർ ഒരു കൗണ്ടറിന് മുന്നിൽ വെയിറ്റ് ചെയ്യുന്നതും അതൊരു ഭയങ്കര ഭീകരാവസ്ഥയാണ്. അതും അനുഭവിച്ചു. റഷ്യയിലെത്തി. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? GPS ഇല്ല, മാപ്പില്ല, ഒരു തേങ്ങില്ല. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കോഴിക്കോട് നിന്ന് കൊച്ചി പോകാൻ, അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോകാൻ, അല്ലെങ്കിൽ ചെന്നൈ പോകാൻ, ലഡാക്ക് പോകാൻ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഗൂഗിൾ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ മാപ്പ് ഇടും അല്ലേ? എന്നുവെച്ചാൽ അത് ഫോളോ ചെയ്ത് പോകും. ഇവിടെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ യാൻഡെക്സ് മാപ്പ് പോലത്തെ മാപ്പുകൾ ഉണ്ടെങ്കിലും ഇവിടെ GPS ഈ ഏരിയയിൽ. കാരണം ഉക്രൈന് റഷ്യ യുദ്ധം നടക്കുന്നതുകൊണ്ട് തന്നെ ഡ്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നതുകൊണ്ട് ആ ഡ്രോണിൻ്റെ ഇടുന്നത് കൊണ്ടുള്ള സൈഡ് എഫക്റ്റ് ആയിട്ട് GPS സിസ്റ്റം കംപ്ലീറ്റ് അടിച്ചു പോയിട്ടുള്ളത്. അപ്പം ഞാനിപ്പം റഷ്യയിൽ ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. അതാണ് സത്യം. ഞാൻ നിൽക്കുന്ന ചുറ്റോളിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 500 kilometer റൗണ്ടിലാണ് എൻ്റെ GPSൻ്റെ നാവിഗേഷൻ കാണിക്കുക. ഇപ്പോൾ ഞാൻ ഇരുട്ടിയിലാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ ലൊക്കേഷൻ കാണിക്കുക കോഴിക്കോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്തേക്ക് ഞാൻ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കോഴിക്കോട് ട്രിവാൻഡ്രാണ് ലൊക്കേഷൻ വരിക. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സോ എനിക്ക് മോസ്കോയിലേക്കാണ് പോകേണ്ടത്. 2000 kilometer എങ്ങനെ പോകണമെന്ന് എനിക്കറിയില്ല, കുടുങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് ഇന്നലെ കൂടെ എൻ്റെ ഉണ്ടായ വണ്ടികളാണ്. ഇവരും എന്നെപ്പോലെ 6-7 മണിക്കൂർ അവിടെ കുടുങ്ങിയിരുന്നു. ഇവരൊക്കെ ഇറ്റലിയാണ്. രണ്ടും പ്രായമാരായ അപ്പൂപ്പന്മാരാണ്. അവർ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇവരും ആക്ച്വലി എൻ്റെ അതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചത്. BMW ഇത് പുതിയ വേർഷൻ BM ആണ്. ഓക്കെ, 61300 കേട്ടോ GS. അപ്പോൾ ഇവരും ഇതേ അവസ്ഥയിൽ തന്നെയുള്ളത്. ഇവർ പക്ഷേ കസാഖിസ്ഥാനിലേക്കാണ് പോകുന്നത്. ഇവർക്ക് ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്ത് പോയാൽ മതി. എനിക്കാണ് ഏറ്റവും കൂടുതൽ ലോങ് ഓടേണ്ടത്. സോ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും. കാരണം GPS ഇല്ലാതെ, ഗൂഗിൾ മാപ്പ് ഇല്ലാതെ, ലാംഗ്വേജ് ഇല്ലാതെ, ലാംഗ്വേജ് ഇല്ലാതെ, റഷ്യൻ ഭാഷ അറിയില്ല, ലാംഗ്വേജ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി സെറ്റാണ്, ഓക്കെയാണ്. ഒരുപാട് പൊട്ടലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് കുവൈറ്റിൽ നിന്ന് പൊട്ടിയതാണ്. അതുപോലെ ഇതൊക്കെ വരുന്നതൊക്കെ പീസ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ എൻ്റെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, അത് ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഇത് നൈഫാണ്, ഒരു കത്തിയുണ്ട്. ഈ കത്തിയാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ആകെയുള്ള സാധനം എന്ന് പറഞ്ഞത് കണ്ടോ. ബാക്കിയെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് സേഫ്റ്റിക്ക് ഇപ്പോൾ അതേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വിടാം. യാൻഡെക്സ് മാപ്പ് ഇട്ടിട്ടുണ്ട് ഇതുണ്ടോ. ഇവിടെ നിന്നാണ് ഇപ്പോൾ എൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഞാൻ ദേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ വെക്കും. ഇതിൻ്റെ സിഗ്നൽ ലൈറ്റ് 1, 2, 3 വലത്ത് ഇങ്ങനെ പോയപ്പോൾ ഇത് ഫോളോ ചെയ്യും. ഇത് ഫോളോ ചെയ്ത് ഹൈവേ കയറാൻ നോക്കും. ഇതാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ബോർഡ് നോക്കിയിട്ട് പോവാം. ബോർഡ് നോക്കുമ്പോൾ പ്രശ്നമാണ്. കാരണം റഷ്യൻ ഭാഷ ആയതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് റോണ്ടോഡോഡോ എന്തോരോ സ്ഥലത്തൊക്കെ പോകേണ്ടത്. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ആൾക്കാർക്ക് കാണിച്ചിട്ട് ചോദിച്ചു പോകാം. ഇവിടെ 2000 രൂപയാണ് എനിക്ക് റെൻറ്റ് വന്നത്. ഇതാണ് ഹോസ്റ്റൽ കേട്ടോ. 2000 രൂപയാണ് റെൻറ്റ് വന്നത്. ഓക്കെ, ഡം 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 ഡം. താങ്ക് യു. ഹോണ്ട. ഓക്കെ ഇവരെ വണ്ടിയിലുണ്ട്. ഒരു വണ്ടി എടുക്കുന്ന പുതിയ വണ്ടി. താങ്ക് യു. തിബിലിസിയാ? ഓക്കെ. പുള്ളി എന്തോ പറഞ്ഞു, എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടോ. ഏതായാലും ഒന്നും മനസ്സിലായി, പുള്ളി വണ്ടി പ്രാന്തനാണ്. അതൊരു വല്ലാത്തൊരു കോമഡി ആയിപ്പോയി. കാരണം പിന്നെ അത് ഞാൻ എവിടെയെങ്കിലും നോക്കിയിട്ട് ഫസ്റ്റ്. ഇതാണ് റോഡ്, റൗണ്ട് അബൌട്ട്. ഇതെന്തോ റോഡ് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, റൂട്ട് മാറിപ്പോയി ഗായ്സ്. നമുക്ക് അടുത്ത റൈറ്റാണ്, ഈ റൈറ്റ് അല്ല. കാരണം ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ ഇവിടെ ചെറിയ റൗണ്ട് പോയിട്ട് ഈ റൗണ്ട് പോയിട്ടൊന്ന് ഇപ്പം റൈറ്റ് അടിച്ചിട്ടോ. ഭയങ്കര ഡേഞ്ചർ ചെയ്ത സത്യം പറഞ്ഞത്. ഇവിടെ കണ്ടോ റോഡ്, ഇങ്ങനെ റോഡ് വന്നിട്ട് നടുഒരു ഡിവൈഡർ വന്നിട്ടോ.
ആ ഡിവൈഡർ നടുവിൽ കേട്ടോ. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ റോഡിൻ്റെ ഒരു വിടുത്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് ഡിവൈഡർ ചെയ്ത് നേരെ അടുത്ത റൗണ്ട് ബോർഡിൽ നിന്ന് റൈറ്റ് കേട്ടോ, അടുത്ത റൗണ്ട് ബോർഡിൽ നിന്ന് റൈറ്റ്. ഇതാണ് നമ്മുടെ റൂട്ട്. എങ്ങനെ പിന്നെ നേരെ ഒറ്റ റോഡാണ്. യാ ഗുഡ്. ഇന്ത്യ 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 ഹിന്ദുസ്ഥാൻ. ഓ യാ. പുള്ളി നമ്മളെ പാട്ട് കേട്ടോ. ചെങ്കൻ ചൈനീസ് ആട്ടോ. നല്ല അടിപൊളി റോഡാണ്. കുണ്ടില്ല, കുഴിയില്ല, കച്ചറകളില്ല, ഒന്നുമില്ല. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ എത്രത്തോളം സഹായിക്കും എന്നുള്ളത് ഇത് ഇപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. കാരണം ഇതുണ്ടോ, ഞാൻ GPS നാവിഗേഷനോ ഒന്നുമില്ലാണ് ഞാനിപ്പം ഡ്രൈവ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് പോകണ്ടേ, അതെങ്ങനെ എനിക്ക് അറിയുന്നറിയോ? കണ്ടോ, ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഒരു പോയിന്റിലുള്ളത് എന്നുവെച്ചാൽ ഈ മാപ്പിൽ വളവും തിരിവും കർവും അതുപോലെ അടുത്തുള്ള മരങ്ങളും ബിൽഡിങ്സും ആ ഒരു ഭൂപ്രകൃതിയൊക്കെ നോക്കിയിട്ട് ഒരു ഗസ് ആയിട്ട് പോലാണ്. അതല്ലാതെ വേറെ ഓപ്ഷനില്ല. ഇപ്പോൾ ഞാൻ അതേ ക്രോസ് ചെയ്ത് ഈ റോഡെത്തി. ഓക്കെ, എനിക്ക് 400 കിലോമീറ്റർ എനിക്ക് പോകേണ്ടത് എങ്ങനെയാണ്? ഒരു മൊമെൻ്റ് എത്തുന്നവരെ ഈ റോഡെത്തി. ഇനി എനിക്ക് സ്ട്രെയിറ്റ് പോകണം. അതിനിടയിൽ എവിടെയെങ്കിലും വളവുണ്ടോ തിരിവുണ്ടോ എന്നാണ് നോക്കുന്നത്. ആർദോൺ എന്ന് പറഞ്ഞ ടൗൺ എത്തി കേട്ടോ. ആർദോൺ എന്നത് റഷ്യൻ ഭാഷയിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്ത് എനിക്കറിയില്ല. ഗൂഗിൾ മാപ്പിൽ ആർദോൺ എന്ന് കണ്ടപ്പോൾ 1, 2, 3, 4 ലിറ്റർ ARDON. അപ്പോൾ അതുപോലെ റഷ്യൻ ഭാഷയിൽ 4 ലിറ്റർ. അങ്ങനെയാണ് ഞാൻ റഷ്യൻ പഠിച്ചത്. ഇതൊക്കെ ഒരു കോമഡിയാണ്. ഇപ്പം നടന്നു കൊടുക്കുന്നത് ഭൂലോക കോമഡിയാണ്. ഇപ്പോൾ ആർദോൺ സിറ്റി ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയതുണ്ടോ? ഇവിടെ ഇപ്പോൾ വലത്തോടെ അടിച്ച് ഇനി ഇങ്ങനെ പോകണം. പോയി അടുത്തോടൊക്കെ ഒരു കർവ് ഉണ്ട്. അടുത്തോടെ കർവ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത റോഡിൽ നിന്ന് റൈറ്റ് അടിക്കണം. നോക്കാം. കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പില്ലേ, ആ ലാസ്റ്റ് സ്റ്റോപ്പിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ പേരിൻ്റെ ബോർഡ് വരാൻ തുടങ്ങും. പിന്നെ നമുക്ക് മാപ്പ് ഓഫ് ആക്കിയിട്ട് ആ പേരിൻ്റെ ബോർഡ് ഫോളോ ചെയ്ത് പോയാൽ മതി. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ ചോദിച്ചു പോകണ്ട. ചോദിച്ചു പോകാനാണെങ്കിൽ മാഫി റിസ്കി, മാഫി റഷ്യ, നോ റഷ്യ. 9255 നമുക്ക് ആക്ച്വലി 92 മതി. അപ്പം 95 92 എങ്ങനെ അടിക്കുക? ഫോൺ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. അതെ 95 92 അതൊക്കെ ഇവർ ഇംഗ്ലീഷിലിട്ട് എഴുതിയിട്ടുള്ളത്. കാഷ്യർ ഞാൻ ഗസ് ചെയ്താട്ടോ. 92 ഫുൾ. യാ ഫുൾ പ്ലീസ്. 92 യെസ്. Okay. Cash? Yeah, cash. Yeah. Полный, наличка, второй. ഓക്കെ, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ അടിക്കുന്നതിന് മുന്നേ അവിടെ ഇൻഫോം ചെയ്യണം കേട്ടോ. അവിടെ ഇൻഫോം ചെയ്യണം, അവർ അൺലോക്ക് ചെയ്യണം, എന്നാൽ മാത്രം അടിക്കാൻ പറ്റും. അത് ചില രാജ്യങ്ങൾ അങ്ങനെയാണ്. എന്താണ് ഇനി ഇതാണ് റഷ്യൻ റൂബിൾ എന്ന് പറയുന്നത്. 7100 രൂപ കേട്ടോ നമ്മുടെ നാട്ടിലത്തെ. ഇത് 5000 രൂപ. ഓക്കെ, ഇത് 2000 രൂപ. ഇത് 100 രൂപ. ഓക്കെ, കളർ ഈ വൺ ചേഞ്ച് വേണ്ടോ ചോദിക്കുമ്പോൾ കൂടിയല്ലോ. 1000 രൂപയ്ക്ക് ഫുള്ളായിട്ടോ 18 ലിറ്റർ എന്ന് വെച്ചാൽ 52 ലിറ്ററാണ്. 52 രൂപയാണ് 1 ലിറ്ററിന് റേറ്റ് വരുന്നത്. താങ്ക് യു ബ്രദർ, താങ്ക് യു. അസ്സലാമു അലൈക്കും ബ്രദർ എന്ന് അവൻ പറഞ്ഞു കേട്ടോ. അവൻ എന്നോട് സലാം പറഞ്ഞു, ഞാൻ സലാം മടക്കി. റഷ്യയിൽ അത് ഡാഗിസ്ഥാൻ ഉണ്ട് കേട്ടോ അടുത്ത്. ഇവിടെയൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ കൂടുതലാണ് കേട്ടോ റഷ്യയിൽ. ഇപ്പോൾ എനിക്ക് അതൊരു ടെക്നിക്ക് പിടി കിട്ടി എങ്ങനെ പോകേണ്ടതെന്നുള്ളത്.
അപ്പോൾ ഞാൻ മിക്കവാറും കുറച്ച് കഴിഞ്ഞാൽ മാപ്പ് തട്ടും കേട്ടോ. മാപ്പില്ലാണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങും. കാരണം ഇങ്ങനെ വെച്ച മൊബൈൽ അടിച്ചു. ഞാൻ ഈ വണ്ടിക്ക് വേണ്ടി മാത്രം വാങ്ങിയ മൊബൈൽ ഇവിടെ ചത്ത് കിടക്കുന്നതിൻ്റെ ഉള്ളിലുണ്ടോ. ഐഫോൺ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അതിൽ നെറ്റില്ലാത്തതുകൊണ്ട്. ഇതിലാണ് നെറ്റുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ഞാനിത് ഒഴിവാക്കും. പോക്ടർ ഹാ ഷോക്ഷി പോക്ടോബ് ഹാ ആ സാധനം കണ്ടോ, ആ പോക്ടോബ് ഹാ ഒരു വെച്ച് പോയിരുന്നത് അവിടത്തേക്ക് നമുക്ക് പോകേണ്ടത് കേട്ടോ. അങ്ങോട്ട് കൺഫേം ആക്കട്ടെ. എന്നോട് മാപ്പ് ഓഫ് ആക്കാലോ. പോക്ടോബ് ഹാപ്പ് ചോപ്ചി പോക്ടോബ് ഹാപ്പ് ചോപ്ചി പോക്ടോബ് ഹാപ്പ് അല്ല അല്ല നമുക്ക് പോകേണ്ടത് അതെ അല്ല ഇതാണോ റോസ്റ്റോബ് കൊണ്ടുപോകണം ഇംഗ്ലീഷിൽ. റഷ്യയിൽ പോക്ടോബ് ഹാ ചോച്ചി. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് പോക്ടോബ് ഹാ ചോച്ചിയിലേക്കാണ്. നമുക്കിനി മാപ്പ് ഓഫ് ആക്കട്ടോ. മാപ്പ് ഓഫ് ആക്കിയിട്ട് മൊബൈൽ കീശയിലിടാം. എന്നിട്ട് നമുക്ക് പാട്ട് വെച്ച് നല്ല സുഖമായിട്ട് പോകും. കാരണം ഇപ്പം പോക്ടോബ് ഹാ ചോച്ചിയിലേക്കുള്ള എന്താ പറയുക, ഇപ്പം പോക്ടോബ് ഹാ ചോച്ചിയിലേക്കുള്ള ഡെസ്റ്റിനേഷൻ ബോർഡ്സ് കാണിക്കാൻ തുടങ്ങി. നമുക്ക് ഇനി അത് ഫോളോ ചെയ്താൽ മതി. എങ്ങനെയുണ്ട് ഐഡിയ? അടിപൊളിയല്ലേ? അപ്പം നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഫോളോ ചെയ്യണമെന്ന് വിനീതം അഭ്യർത്ഥിക്കുന്നു. കുടുങ്ങി കഴിഞ്ഞാൽ വിടാം. Time for breakfast. കോഫി, ബർഗർ, സൂപ്പ് എല്ലാത്തിനും ഫോട്ടോ ഉണ്ട്. അപ്പോൾ എല്ലാം ഉണ്ടെന്ന് അർത്ഥം. ഇതൊന്നും ഇങ്ങനെ നോക്കുന്നു. എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് കരച്ചിൽ വന്നു ഗായ്സ്. നമ്മൾ ഓരോ റഷ്യൻ മണ്ണിൽ നോക്കുമ്പോഴും പട്ടിനെ വില തരില്ല, ആരും നമ്മൾ തിരിഞ്ഞു നോക്കില്ല. ഇന്ന് ഒരു ബസ് നിറച്ചും റഷ്യക്കാർ എന്നെ ഇങ്ങനെ നോക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യട്ടെ, എൻ്റെ ഉള്ളിൽ പോയിട്ട് ഫുഡിൻ്റെ കാര്യം തീരുമാനമാക്കട്ടെ. ഓക്കെ, ഉള്ളിൽ കയറട്ടെ. ഇതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ട്രേ എടുക്കുക. ഓക്കെ, ട്രേ എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടുന്ന് പഠിച്ചതാണ്. ഈ ക്യൂവിൽ കയറുക. എൻ്റെ ബൊഫെ വരെ നമുക്ക് എന്താ വേണ്ടത് വെച്ചെടുക്കും. ഇത് ഫുള്ള് കേക്കാണേ, നമുക്കിതൊന്നും വേണ്ട. ഇവിടെ എന്താ വേണ്ടത്? കോഫി, ചായക്ക് ഇങ്ങനെ കോഫി, കോഫി, ചായ, കോഫി, കോഫി. ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ സലാഡ്സ് ഉണ്ട്. അവർ ശരിക്കും പഠിച്ചു മതി. എന്തെല്ലാം സാധനം എനിക്കറിയില്ല കേട്ടോ. പണിയാന്നുള്ളത് ഇതെന്ത് സംഭവം ഇത്? നിങ്ങൾക്ക് എന്തെങ്കിലും തേങ്ങ മനസ്സിലാകുന്നില്ല? നമ്മുടെ നാടൻ ചവറാണല്ലോ. യാ, റൈസ് പ്ലീസ്. റൈസ് കിട്ടി. ഇന്നലെ രാത്രി ഞാൻ ഫുഡ് കഴിച്ചപ്പം അവരെന്നെ പറ്റിച്ചിട്ട് ഇന്നലെ എൻ്റെ അടുത്ത് ഏകദേശം 400-500 എൻ്റെ അടുത്ത് ബില്ലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 90 റൈസിനാണല്ലോ. മോർ പ്ലീസ്. യാ, മോർ പ്ലീസ്. ഇവരെന്നെ കണ്ട് ചിരിക്കുന്നത് ഏത് പൊട്ടനായിരുന്നു. ഇവർ ചിലപ്പോൾ സൈഡ് ഡിഷായിട്ടും കൂടുന്ന സാധനം ഇരിക്കും. ഇതെന്ത് ചെയ്ത്? ഓക്കെ, യാ. ചിക്കൻ, ഓക്കെ, ഇതൊക്കെ ബീഫാണോ? ചിക്കനല്ല, ബീഫാണ്. ഓക്കെ, അത് അവർ ഓവനിലിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും നോക്കട്ടെ. ഇവിടെ ഇത് കാണുമ്പോൾ എന്തുപോലെയുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഈ സാധനം കാണുമ്പം നമ്മൾ കരാമയിലും ചായക്കടയിൽ പോയി നമുക്ക് കിട്ടുന്ന സാധനമാണ് ഉന്നക്കായ കേട്ടോ. ഉന്നക്കായൻ്റെ കട്ടത്. പിന്നെ ഇവിടെ സ്റ്റാർബക്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ എനിക്ക് ബെസ്റ്റ് കണ്ണ് കാണില്ല. ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ അടുത്ത ഇവിടെ എന്ന് പറയാൻ പറ്റില്ല. 600 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. 600 കിലോമീറ്റർ മാപ്പ് ഒരു കുന്തിലാണ് പോകുന്നത്. അപ്പോൾ ഫുഡൊക്കെ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രസ്ട്രേഷൻ കുറച്ച് കുറയും. അതല്ലെന്ന് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാണ്ട് നമ്മൾ പോകാൻ തുടങ്ങിക്കുന്നില്ല. നമുക്ക് വിശപ്പും ദാഹം ഒക്കെ കൂടി വരുമ്പോൾ നമ്മൾ സൈഡായി പോകും കേട്ടോ. അതുകൊണ്ട് കഴിക്കുന്നു. നമ്മൾ ചോറ് അവർ ചൂടാക്കിയിട്ട് അവർ തരും. ഇവർ പറഞ്ഞൊക്കെ ഒന്ന് മനസ്സിലാകുന്നുണ്ടോ? കപ്പ് കേക്ക്സ് ഉണ്ട്.
എന്നാലും ഇംഗ്ലീഷിൻ്റെ ഒരു അക്ഷരം പോലും ഇല്ലാത്ത കൺട്രി, അതൊരു ഭയങ്കര സ്ട്രേഞ്ച് ആട്ടോ. ഇവിടെ ഇറച്ചി ചോറൊക്കെ ഉണ്ടല്ലോ, ഇത് ബീഫ് റൈസ് ആണ്, ഇത് ഇറച്ചി ചോറൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫുഡ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ചോറും ബീഫ് കറിയും പെപ്സിയും ഒരു ക്യാപ്പച്ചിനോയും. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം സന്തോഷമായി ഗോപിയേട്ടാ, സന്തോഷമായി. ഒന്നുമില്ല, നമുക്ക് ചോറും ബീഫും കിട്ടുന്നില്ലല്ലോ, ഒരുപാട് കലറിയും കാര്യങ്ങളൊക്കെ അതുവഴി ഇങ്ങ് വന്നോളും. അപ്പോൾ ആ ഒരു ടെൻഷൻ തീർന്നിട്ട് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ടെൻഷനിലായിരുന്നു, കാരണം ഫുഡ് എങ്ങനെയായിരുന്നു വെച്ചിട്ട്. ഇവിടെ പലതരത്തിലുള്ള ഫുഡും കിട്ടുന്നുണ്ട്, പക്ഷേ പിന്നെ റഷ്യയാണ് അഫ്കോഴ്സ് ശരിയാണ്. പക്ഷേ എന്നാലും നമുക്ക് ഹലാൽ ഫുഡും കാര്യങ്ങളൊക്കെ ഒരു സൈഡ് ഒരുപാട് സ്ഥലത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഡഗിസ്ഥാൻ പോലത്തെ ഏരിയ പോയി കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അവിടെ ഹലാൽ ഫുഡ് കിട്ടും. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് കേട്ടോ. ഈ ഇത്രയും അധികം കൺട്രീസ് പോയിട്ട് റഷ്യയിൽ മാത്രം എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ലോ. കാരണം വന്ന് കയറുമ്പോൾ തന്നെ 5-8 മണിക്കൂർ കുടുങ്ങി മലഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് നല്ലതിൽ പോകാൻ നോക്കുമ്പോൾ അടുത്ത തലവേദന, എല്ലാം ചെയ്തിട്ടും പിന്നെയും പ്രശ്നങ്ങൾ തന്നെ. ഇവിടെ VPN ഇല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് അങ്ങനെയൊക്കെ ഉണ്ട്. VPN ഇല്ലാണ്ട് ഇൻസ്റ്റൊന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല. കഴിച്ചു നോക്കട്ടെ, എൻ്റെ കറക്റ്റ് അഭിപ്രായം പറഞ്ഞു കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ചോറും റൈസും ഈ കറി വെള്ളം പോലെ ഉണ്ട്, കാരണം വെള്ളമാണ് ഗ്രേവിയിൽ കാണുന്നത്. കുഴപ്പമില്ല, ഉപ്പുണ്ട്, പുളിയുണ്ട്, പക്ഷേ എരിവില്ല. പിന്നെ ഈ ബീഫ് കറിയിൽ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ക്യാരറ്റിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ട് കേട്ടോ. പക്ഷേ വിശന്നിട്ട് കണ്ണ് കണക്കുമ്പോൾ നമുക്കിതൊക്കെ കണക്കാം. ഫുഡ് കുറച്ച് ബാക്കിയായിപ്പോയി, എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, കാരണം ഒന്നാമത് മധുരമാണ്. ഞാൻ പറഞ്ഞത് ആ ക്യാരറ്റ് എല്ലാം ഇട്ട് നോക്കുമ്പോൾ ഭയങ്കര മധുരമായിപ്പോയി, സ്പൈസി ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ പഠിച്ചില്ല, ഫസ്റ്റ് ഡേ അല്ലേ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബർഗർ എന്തെങ്കിലും നോക്കിയിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോട്ടീൻ കയറണം, അതാണ് ഞാൻ ബീഫിന് എടുത്തിട്ടോ. അപ്പോൾ നമുക്കിത് 2 ലൈനുള്ളത്. റോഡ് നല്ല റോഡാണ്, റോഡിന് മോശമല്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാലിൽ ഈ ചെറിയൊരു പ്രശ്നം കേട്ടോ, ഇത് ഒരു പാലത്തിന് ഇതിപ്പോൾ ഇവിടെ ഒരു പാലം കയറി കണ്ടില്ലേ, പാലം കയറിയാണ് ഇവിടെ ചെറിയ കുണ്ടും കുഴിയൊക്കെ വരുന്നത്. എന്നാൽ റോഡ് നല്ല റോഡാണ്. പിന്നെ വേറൊരു മെയിൻ കാര്യമുണ്ട്, നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമ്മുടെ ഈ ഒരു വശം കണ്ടോ, നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ഈ വശത്തായിട്ടാണ് ഉക്രൈൻ ഉള്ളത് കേട്ടോ, മനസ്സിലായില്ലേ. ഇപ്പോൾ നമ്മൾ ഉക്രൈനൊക്കെ ഒരുപാട് കറങ്ങിയിരുന്നു. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത സിറ്റി എന്ന് പറഞ്ഞാൽ കാർക്കീവ് ആയിരുന്നു. ഒഡേസ കാർക്കീവ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വശം. നമ്മൾ പോകുന്ന റോഡിൻ്റെ അവിടുന്ന് ഇതിൻ്റെ ബോർഡറിലേക്കൂടെ നമുക്ക് പോകണം. ഉക്രൈനും റഷ്യയും നമ്മൾ യുദ്ധം നടക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വല്ല ഡ്രോണോ പോകുമ്പോൾ എന്തെങ്കിലും വീട് വന്നിട്ട് പേടിയുണ്ട്. നോക്കാം. ഞാൻ പോകുന്ന സ്പീഡ് വേണം 120, 140, 160 ഞാൻ പോകണത്. പക്ഷെ എനിക്കത് അറിയുന്നില്ല, കാരണം അത് എന്നെക്കാളും വേഗതയിലാണ് ബാക്കി എല്ലാവരും പോണത്. റഷ്യൻസിൻ്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഡ്രൈവിംഗ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇവരുടെ കൂടെ ഞാൻ ചിലപ്പോൾ കാറിനെ ഫോക്കസ് ചെയ്ത് അതിനെ ഓവർടേക്ക് ചെയ്യാൻ പോയിട്ടുണ്ടാവും. 180, 190 പോകുന്നുണ്ടാവുക. പിന്നെ റോഡാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, കുണ്ടും കുഴി വന്നില്ല, വലിയ വീതിയൊന്നുമില്ല, വീതി കുറഞ്ഞ റോഡാണ്. പക്ഷേ നമുക്ക് പോകാൻ 2 ലൈൻ ഉണ്ട്, അപ്പുറം 2 ലൈൻ ഉണ്ട്, 2 ലൈൻ തമ്മിൽ ഡിവൈഡറും വെച്ചിട്ടുണ്ട്. അത് മെയിൻ പോയിന്റാണ്. 2 ലൈനിൻ്റെ മിഡിൽ ഡിവൈഡർ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റി ഫീൽ ഉണ്ടാവും. പിന്നെ ഈ വണ്ടിക്ക് എല്ലാവർക്കും കഴിവ് കാണിക്കുന്നുണ്ട്. അത് ഞാൻ മല്ലൂർ ഓർഡർ ആയതുകൊണ്ടൊന്നല്ല, വണ്ടി ഗോൾഡ് വിങ് ആയതുകൊണ്ടും ബേക്കിൽ ഇന്ത്യൻ്റെ ഫ്ലാഗുകളുണ്ട് കേട്ടോ. അതിനെപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ശരിക്കും എനിക്ക് മനസ്സിലാവുന്നത് റഷ്യൻസിന് ഓൾവേസ് ഇന്ത്യൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു സിഗ്നൽ. ഇതാണ് റഷ്യയിലെ പോലീസ് ചെക്ക് പോസ്റ്റ് കേട്ടോ. നമ്മൾ ഇറാഖിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു ഈ ട്രിപ്പിൽ. കഴിഞ്ഞ ട്രിപ്പിൽ നമ്മൾ ഇറാനിൽ വെച്ച് കണ്ടിരുന്നു. ഇങ്ങനെയാണ് റഷ്യയിലുണ്ടാവുക. ഇവർ വരുന്ന വണ്ടികളൊക്കെ ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് പരിശോധിക്കും. പക്ഷേ എങ്കിൽ ബൈക്സ് ഒന്നും ഇവിടെ വിഷയമല്ല, ബൈക്സ് നിർത്തിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. എനിക്കൊന്ന് മെയിൻ ചരക്ക് ഭാരങ്ങളായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ, അതായിരിക്കും.
അടുത്ത ദിവസം മഴ കണ്ടോ, നല്ല രസമില്ലേ? ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 200 കിലോമീറ്ററിനടുത്ത് നമ്മൾ ഓടി കേട്ടോ. 200 അല്ല 200+ ഓടി. പെട്രോൾ അടിച്ചിട്ട് 170 ഓടി. ഞാൻ ഹാഫ് ടാങ്ക് എണ്ണ ബാക്കിയുണ്ട് കേട്ടോ. 170 കിലോമീറ്റർ ഓടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് 300 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. ചെറിയ ബ്രേക്കിലുള്ളത്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 330 കിലോമീറ്റർ ഓടി. വണ്ടിയുടെ പുറത്തുണ്ട്. ഇത് ബർഗർ കിങ്ങിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോർ കേട്ടോ. ഇവിടെ ബർഗർ കിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല, കാരണം ഇപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് വിശക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്നാലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ നിർത്താം. കാരണം ഞാൻ സാധാരണ 100 കിലോമീറ്റർ കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കും. കാരണം വണ്ടിക്ക് ഒരു 100 കിലോമീറ്റർ കൂടുന്നതിന് ഒന്ന് തണുപ്പിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മളെ ബോഡിക്കാണ്, നമ്മൾ ലോങ് റൈഡും ഇപ്പോഴും 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എണീറ്റും സ്ട്രെച്ച് ചെയ്യണം ബോഡി, അല്ലെങ്കിൽ കാലിൻ്റെ ജോയിൻറ്റിങ്ങൾക്ക് നല്ല പെയിൻ ഇടും. ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ സാധാരണ എണീറ്റ് നിന്നിട്ടൊക്കെ ഡ്രൈവ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സ്ട്രെച്ചിങ് കിടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും വണ്ടിക്ക് വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇനി ഒരു 1/4 മണിക്കൂർ ഇവിടെ ഇരിക്കണം. സമയം 1:02. നമുക്കിനി ഇവിടുന്ന് 430 കിലോമീറ്റർ കണ്ടാണ് ബാക്കിയുള്ളത്. അത് എനിക്ക് തോന്നുന്നൊരു 5 മണി 6 മണി നമുക്ക് എത്താൻ പറ്റും കേട്ടോ. നല്ല റോഡും നല്ല ഇതൊക്കെയാണെങ്കിൽ എത്താൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഫ്യൂലാണെങ്കിലും ഇവിടുത്തെ ഫ്യൂല് കുഴപ്പമില്ല, മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് എനിക്ക് എണ്ണ അടിച്ചിട്ട് ഇപ്പം 330 കിലോമീറ്റർ ഓടി. പക്ഷെ എന്നിട്ട് എണ്ണ അതിൽ ബാക്കിയുണ്ട്, അതാണ് എൻ്റെ സത്യം. അപ്പോൾ കുറച്ച് എണ്ണയുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അതെ, ഇങ്ങനെ വെറുതെ ഒരു പണിയിലാണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടുണ്ട്. ഇതാണ് ബർഗർ കിങ്ങിൻ്റെ ലൊക്കേഷൻ. ഹാപ്പി. ഓക്കെ, അപ്പം പുറത്തേക്ക് പോകാം. ഞാൻ ആക്ച്വലി ഒന്നും വാങ്ങിയിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല, റെസ്റ്റ് എടുത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ആൾക്കാരൊക്കെ എന്നെ ഒരു ആൾക്കാരൊക്കെ എന്നെ ഒരു ഭീകര ജീവനെ പോലെ കാണുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് ഇവൻ്റെ പരിപാടി നോക്കിയിട്ട്. പിന്നെ പ്രശ്നം ഇവർ റഷ്യൻ ഭാഷ ആയതുകൊണ്ട് ഇംഗ്ലീഷ് ഇവർക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്ന കാര്യത്തിൽ എനിക്ക് സംശയം. എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. കാരണം നമ്മുടെ വണ്ടിയിൽ എന്താണ് എഴുതിയെന്നുള്ള ഇവർക്ക് വായിക്കാൻ പറ്റുന്നില്ല. സാധാരണ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ എന്താ എഴുതുന്നതിൽ അവർക്ക് വായിക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ എൻ്റെ കൂടെ ഇറ്റാലിയൻ റൈഡേഴ്സിന് അവർക്ക് ഒരു പൊടി അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഫോം വരെ ഫില്ല് ചെയ്യാറില്ല. അപ്പോൾ ഞാനാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഫോം ഫില്ല് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട്. അത്ര പോലും ഇവർക്കൊന്നും അറിയില്ല. ഇനി 400 സംതിങ് കിലോമീറ്റർ പോവാം. വെതർ അടിപൊളി, മൊത്തത്തിൽ അടിപൊളി. ഞാൻ ഭയങ്കര പോസിറ്റീവ് മൈൻഡിലിപ്പോൾ ഞാൻ ഉള്ളത് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വണ്ടി റൈഡ് ചെയ്യുമ്പോഴും നമുക്കൊരു സുഖമില്ലേ, ആ ഒരു സുഖമാണ് നമുക്ക് കിട്ടില്ല കേട്ടോ. പെട്രോൾ അടിക്കാൻ നിർത്തിയിട്ടുള്ളത് മിക്കവാറും അവിടെ ക്യാഷ് പോയി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ നമ്മളെ ഈ നമ്പറുണ്ടോ, 1 അല്ല 2 ആട്ടോ. നമ്മുടെ 2-ൽ ക്യാഷ് കൗണ്ടർ കേട്ടോ. ഇവിടെ റേറ്റ് കൊടുത്തിട്ടുണ്ട് 92 റൂബിൾ. അപ്പം 55 രൂപ നാട്ടിലത്തെ. 95-ന് 62. ഇവിടെ നമ്മൾ ആദ്യം പൈസ അടിച്ച് പെർമിഷൻ എടുക്കണം, എന്നിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. നമ്പർ 2 92 ഫുൾ. ഓക്കെ, ഞാൻ 5000 ഡെപ്പോസിറ്റ് ചെയ്ത് ക്യാഷ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തോട്ടോ. ഓടിപ്പോകാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എടുത്തിട്ട് അടിക്കും. അതാണ് ചെയ്യാൻ പോണത്. $92 വരുന്നുണ്ട്. സക്സസ്. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. നമ്മൾ പണിയെടുക്കുക, നമ്മൾ തന്നെ അടിക്കുക. സിമ്പിൾ പരിപാടി. നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നോക്കുക, എല്ലാവരും എന്തോ ചെയ്യുന്നില്ലേ.
എല്ലാവരും എന്താ ചെയ്യുന്നത് നോക്കിയിട്ട് അതുപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. വേറെ ഒന്നും വർത്താനില്ല. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ മാസ്റ്റർ കാർഡ് ഒന്നും എടുക്കില്ല. സ്റ്റേറ്റ് ബാങ്കിൻ്റെ കാർഡോ ദുബായ് കാർഡോ എടുക്കില്ല കേട്ടോ. ഇവിടെ റൂബിൾ അക്കൗണ്ട് എടുക്കും. റൂബിൾ അക്കൗണ്ട് ഓൾറെഡി എൻ്റെ അടുത്ത് കാർഡ് ഉണ്ട്. ഞാൻ അർമേനിയയിൽ നമ്മുടെ സ്റ്റീവിനെ കൊണ്ട് റൂബിൾ അക്കൗണ്ട് എടുപ്പിച്ചിരുന്നു. പക്ഷേ അതെനിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് റൂബിൾ ഉണ്ട്. 40,000 റൂബിൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആസ് ഓഫ് നൗ എനിക്കൊരു 7,000 കാർഡ് ചിലവായിട്ടുള്ളൂ ഈ അടിക്കുന്ന എണ്ണ അടക്കം. $1,085 എൻ്റെ എണ്ണയുടെ വാല്യൂ. നാട്ടിലാണെങ്കിൽ 2,000 അടിക്കേണ്ട സാധനം. സത്യം നാട്ടിലെൻ്റെ ഫുൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ 2,200 2,300 കണ്ട. Окей. На рубль сделаешь, Галя? 988 677 1053. Все, хорошего смерти. Спасибо പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വിടാം. ഇതെന്ത് പാടെന്നൊക്കെ മനസ്സിലാവുന്നില്ല. കുറേ സ്ഥലത്തുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ നെല്ല് നമ്മൾ കതിരിങ്ങനെ ചുറ്റി നോക്കൂലേ, അതുപോലെ അങ്ങ് ദൂരെ കാണാൻ പറ്റും കേട്ടോ. റൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് വെയിലാണ് കാണാത്ത കേട്ടോ. ഓൾമോസ്റ്റ് റോഡ് ഭയങ്കര എംറ്റി ആണ്, കാലിയാണ്. നല്ല വിൻഡ് ഉണ്ട്. വിൻഡ് നല്ലോണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പണിയില്ല, ഇങ്ങനെ ഇരിക്കലേ. സ്ട്രാപ്പ് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഇതാണ് അവസ്ഥ. എനിക്കിപ്പോൾ ഇങ്ങനെ ഓവർടേക്കാൻ പറ്റില്ല. എനിക്ക് വേഗം പിടിക്കണം. ബൈക്ക് ആയതുകൊണ്ട് ഇപ്പോൾ ഓവർടേക്കുക. ടോളാണ്. പാലിയേക്കര ടോൾ പോലെ തിരക്കൊന്നുമില്ല. ഞാൻ അവിടെ ക്രോസ് ചെയ്തിട്ട് പോവാണ്. വേറെ എന്താ പറ്റിയാ, എനിക്ക് ടോളൊന്നുമില്ലല്ലോ കേട്ടോ. ടോൾ ഉണ്ടോ ഇല്ലെന്നല്ല. ഞാൻ അവിടെ നിന്ന് തല ഇടത്തോടും വലത്തോടും തിരിച്ച് നോക്കി, ആരും അനങ്ങിയിട്ടില്ല. ഞാൻ എടുത്ത് വിട്ട്. നമ്മളങ്ങനെ ആ ലൊക്കേഷനിൽ എത്താനായി കേട്ടോ. പിന്നെ വേറെ ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇവിടെ GPS വന്നു. ഇവിടെ GPS ഇട്ടുന്നുണ്ട്. ചില സ്ഥലത്ത് GPS ഇല്ല, ചില സ്ഥലത്ത് GPS ഉണ്ട്. ഇതാണ് എന്താ പൊക്കോട്ടോപ്പ ഹൊച്ചി, എന്തോ ഒരു അമ്മച്ചിൻ്റെ പേരാ. അതൊക്കെ ഇവിടെ വലിയ സിറ്റി ആട്ടോ. ഇറ്റ്സ് എ ബിഗ് സിറ്റി ഗൈസ്. ആ ദൂരെ കണ്ടോ നിങ്ങൾ, വലിയ സിറ്റി മീൻസ് ഒരു ദുബായിയുടെ ഫീൽ ഉണ്ട്. അവിടെ ബുർജ് ഖലീഫ ഏതോ ഒരു ടവറാണ്, പക്ഷെ ബുർജ് ഖലീഫിൻ്റെ ഫീൽ ഉണ്ട്. വലിയ റോഡുകൾ, കാര്യങ്ങൾ, വലിയ സിറ്റി കേട്ടോ. ഞാൻ സിറ്റിയുടെ നടുവിൽ വണ്ടി കൊണ്ടിച്ചിട്ട് ഇവിടെ എങ്ങ് റൂം തപ്പിയെടുക്കും. അതാണ് അടുത്ത പറയാം. കാരണം എനിക്ക് തലവേദന എടുക്കണം. ഇവിടെ വേറെ കുഴപ്പമുണ്ട്. ഇപ്പം സമയം 6:45. സൂര്യൻ കണ്ടോ ഇവിടെ നിൽക്കുന്നില്ല. സൂര്യൻ നോക്കി ഇവിടെ ഇല്ലെന്നില്ലേ. സൂര്യാസ്തമനം 9 മണിയാണ്. 9 മണി വരെ ഈ വെയിൽ നമ്മൾ സഹിച്ചേ പറ്റും. അതിനുള്ള ഷെയ്ഡൊന്നും ഇല്ല. ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്ത ഷെയ്ഡൊന്നും ഇല്ല. കറക്റ്റ് നെറ്റിക്കും മുഖത്തിന് അടിക്കുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മോസ്ക് വരെ ഇടതുവശത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഫ്രണ്ടിൽ. വൈകുന്നേരങ്ങളിൽ രാവിലെ കുഴപ്പമില്ല, രാവിലെ ബേക്കുന്നതായിരിക്കും. അതുകൊണ്ട് സഹിച്ചേ പറ്റും. സിറ്റീൻ്റെ ഉള്ളിൽ പോയിട്ട് എവിടെയെങ്കിലും നല്ല റൂം എടുക്കാം നമുക്ക്. ഓക്കെ, GPS വന്നു, പക്ഷേ നെറ്റില്ല. അവിടെ മുമ്പ് GPS ഉണ്ട്, ഇവിടെ GPS ഉണ്ട്. ഇവിടെ നോക്കിയാൽ ഇതാണ് എനിക്ക് പോകേണ്ട സ്ഥലം. ഇവിടെ പോകാൻ വേണ്ടി മാപ്പ് വേണമെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ പോകാനാണ്. ഞാൻ എങ്ങനെയെങ്കിലും പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് അടിച്ച് കട്ട് ചെയ്തിട്ട് നോക്കട്ടെ എന്താ നടക്കും. മൊത്തത്തിൽ പണിയാണെന്ന് പഠിച്ചോനെ.
ഈ ജീപ്പ് ഇവിടുത്തെ പിള്ളേർ എങ്ങനെ താമസം എനിക്ക് മനസ്സിലായി. ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് റഷ്യയിൽ. ഇവരൊക്കെ എങ്ങനെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരാളുടെ എനിക്ക് ഗിഫ്റ്റ് തന്നാണ്. ഇപ്പം ഒരു റഷ്യനാണ്. അവന് തമിഴ്നാട്ടിലൊക്കെ പോയി ഒരുപാട് ആക്ടിവിറ്റി ചെയ്ത വീഡിയോസ് കാണിച്ചെന്ന് എനിക്ക് അവന് സ്നേഹത്തിൻ്റെ പുറത്ത് തന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയിട്ട് മെല്ലെ ലെഫ്റ്റൊക്കെ അടിച്ച് നോക്കാം എന്ന് നടക്കുമോ. അതോ എൻ്റെ കണ്ണട കണ്ണട സീക്കേൻ്റെ ഗ്ലാസ് പവർ ഗ്ലാസ്സാ. അവിടെ പോനെ തീർന്ന് ഇങ്ങനെ നോക്കല്ലോ അമ്മച്ചി. ഇതേ കെട്ടിയോട് വിളിക്കുന്നത്. ഹലോ, ഞാൻ വിളിക്കാം ഇപ്പോൾ വിളിക്കാം പറ്റി. ഒരാളും തിരിഞ്ഞു നോക്കാത്തതാ. ഇപ്പം എല്ലാവരും നോക്കുന്നത്. നമ്മൾ വീട് ഉള്ളതേ ഇവിടെയല്ല. വീട് നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ഒന്നാമത്തെ സിഗ്നൽ ഈ ഇത് പാർക്കിലേക്ക്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സിഗ്നൽ റൈറ്റ് എടുക്കുക. അപ്പം നേരെ ഇപ്പം ഇവിടെ ഉണ്ട് ഹോട്ടൽസ്. ഇവിടെയൊക്കെ ഹോട്ടലുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ട്രിപ്പ് ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ദിവസമായിട്ട് ശരിക്കും നല്ല രീതിയിൽ തെണ്ടി കുത്തോരെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ റൂം തപ്പി നടന്ന് എവിടെ റൂമില്ല. തപ്പുന്നിട്ടൊന്നും പാർക്കിങ്ങിൽ ഒരു തേങ്ങയില്ല. സത്യം പറഞ്ഞാൽ ശരിക്കും സൈഡായിപ്പോയി. കാരണം ഫുള്ള് ചൂടും ഭയങ്കര ചൂടത്ത് ഫുൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പൊതിച്ചിട്ടല്ലേ ഉള്ളത്. ഞാൻ സൈഡ് വെച്ച് അങ്ങനെ തല സൈഡായി. നമ്മൾ പണ്ട് ഉത്തർപ്രദേശിൽ എത്തിയപ്പോൾ ഇങ്ങനെ ആയിരുന്നു. ഞാനും നെജ്മലുള്ള സമയത്ത് അതിനേക്കാൾ കഷ്ടമായി കേട്ടോ. അവസാനം പോകുന്നേക്ക് റമദയ്ക്ക് റൂം എടുത്ത് 6500 റൂമും 300 രൂപ പാർക്കിങ്ങിനും 6800 രൂപയുടെ റൂമായി ഞാൻ കാണിച്ചിട്ട് കേട്ടോ. ഇതാണ് റൂം. ഓക്കെ, വലിയ റൂം. ഞാൻ അവരോട് പറഞ്ഞൊക്കെ ചെറിയ റൂമെന്ന് വെച്ചാൽ അവർക്ക് വലിയ റൂം മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ലഗേജ് ആണെങ്കിലും റൂം പോയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തന്നെ എടുത്തുകൊണ്ടിരണം. പാർക്കിംഗ് വേഗം നമ്മൾ കൊണ്ടിടണം. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരവരെ പണി കഴിഞ്ഞ് ബാക്കിയൊക്കെ നമ്മൾ എടുക്കണം. മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു സിസ്റ്റം എടുത്തോ. എൻ്റെ വല്ലാത്ത അനുഭവിച്ച് നല്ലോണം അനുഭവിച്ചത്. അപ്പോൾ എന്താ പറയുക, ഞാൻ കുടിച്ച് ഫ്രഷായിട്ട് 10 മിനിറ്റ് കിടന്നുപോയിട്ട് അടിച്ച് ചെയ്യണം. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. റഷ്യയിൽ ഇതുപോലത്തെ നല്ല കഷ്ടപ്പാടും കാഴ്ചയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ.